ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് എല്ലാ 5-ാമത്തെ ഞായറാഴ്ചയും കടന്നു വന്ന് ദൈവമക്കളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് ഒരുക്കുന്ന കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓരോ ശുശ്രൂഷകളെ സ്വർഗം മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാണ് കർത്താവിനെ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മൾ പാടിയത് രോഗം വന്നാലും നമുക്കൊരു ദൈവം. കഴിഞ്ഞ രാത്രിയിൽ രായിച്ചാൻ ഞങ്ങൾ എല്ലാവരും ഒരു ശുശ്രൂഷ സംബന്ധിക്കുകയായിരുന്നു. അവിടെ നമുക്ക് വന്ന ദൈവദാസൻ അജു ബ്രദറാണ് കർത്താവിന് വചനം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് രോഗത്തിന്റെ മേൽ ഒരു ദൈവ പൈതലിന് അധികാരമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. രോഗത്തിന്റെ മേൽ, അല്ലേ? രോഗം നിന്റെ അതിരിനകത്ത് വരത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ നടത്താൻ നമ്മുടെ ദൈവം വിശ്വസ്തനാ. സ്തോത്രം. അനേക അനുഭവങ്ങൾ. അതുകൊണ്ട് അതിന് സങ്കീർത്തനം ധ്യാനിച്ചപ്പോൾ നമുക്കറിയാം, സമയം ചുരുക്കം കൊണ്ടാണ് വളരെ നേരം ധ്യാനിക്കാൻ സാധിക്കും. അവിടെ പറയുന്നത് എന്താണ്? ആ ഒരു ദൈവദാസന്റെ അനുഭവം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ്? അതുപോലെ കരുതുവാൻ ശക്തനായ ഒരു ദൈവം തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം, അല്ലേ? ഏത് സാഹചര്യം വന്നോട്ടെ നമ്മോട് കരുണ കാണിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ നടത്താൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് വിശ്വസ്തൻ. അതുകൊണ്ട് ഇന്ന് പകലും നമ്മൾ ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവമക്കളുടെ ജീവിതത്തിലെ ഏത് വിഷയം നമ്മൾ അലട്ടിക്കോട്ടെ, ഇതെല്ലാം പരിഹരിപ്പാൻ നമ്മുടെ ദൈവം തമ്പുരാൻ വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്. ഇത് പരിഹരിപ്പാൻ നമ്മുടെ ദൈവം വിശ്വസ്തന്. ഞാൻ ക്യാമ്പുകളിലൊക്കെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ അനേക ജീവിതങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. അവർ പറഞ്ഞൊരു കാര്യം, ലോകം നശിക്കുമെന്ന് വിധി എഴുതിയതാ, ഇനിയും ഇത് മാറത്തില്ല എന്ന് വിധി എഴുതിയതാ. ഈ മദ്യപാനം ഇനി മാറത്തില്ല എന്ന് വിധി എഴുതിയതാ. ഇവന്റെ ജീവിതം കൊണ്ട് ഇത് പോകത്തുള്ളൂ എന്ന് വിധി എഴുതിയ. സ്തോത്രം. ഇതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നതായ ഒരു കർത്താവിന്റെ ദാസനോട് അദ്ദേഹത്തിന് സാക്ഷി കേട്ടിട്ടുണ്ടല്ലോ. ദൈവമക്കൾ, അനേക പ്രിയപ്പെട്ടവർ പറയുന്ന ഒരു കാര്യമാണ്, ദൈവത്തിന് ഒരു കാര്യങ്ങളും അസാധ്യമല്ല. സ്തോത്രം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ, ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഒരുമിച്ച് ദൈവത്തെ വിളിക്കുമ്പോൾ, ഒരു ദൈവപൈതൽ ഇങ്ങനെ കൂട്ടായ്മ കർത്താവ് ഒരുക്കി തരുമ്പോൾ വചനം ഓർപ്പിക്കുന്നത് ഈ ദൈവം തമ്പുരാൻ നമുക്ക് വിശ്വസ്തനാ. സ്തോത്രം. ഏത് സാഹചര്യമായിക്കോട്ടെ, ഏത് വിഷയമായിക്കോട്ടെ, ഏത് പ്രതികൂലമായിക്കോട്ടെ, ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, ഇതിന് എല്ലാം ജയിച്ചവനായ ഒരു ദൈവം തമ്പുരാൻ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ പ്രിയപ്പെട്ട രായിച്ചാരുടെ അനുഭവം പങ്കിടുകയായിരുന്നു. അദ്ദേഹം ജീവിതത്തിൽ ഒരു വലിയ ചെറിയ പ്രയാസങ്ങൾ കടന്നു വന്നപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ സാക്ഷ്യം പങ്കിടേണ്ട, അതിന്മേൽ ദൈവം വലിയ അത്ഭുതം ചെയ്തു. സ്തോത്രം. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചതാ. അനേക ദൈവങ്ങൾക്ക് പ്രാർത്ഥിച്ചു. കൃത്യമായിട്ട് ആന്റിയും കഴിഞ്ഞ സാക്ഷ്യം പറയുണ്ടായി. അവൻ അരി വാർക്കുന്ന സമയത്ത് തിളച്ച വെള്ളം കൈക്കകത്ത് മുഴുവൻ വീണതാ. സ്തോത്രം. ഞാൻ പ്രിയപ്പെട്ട ആന്റി അടുത്തത് കാണുമ്പോൾ എന്നോട് പറയുകയായിരുന്നു, ജോസഫ് വേറെ ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ പ്രയാസമല്ലാതെ, ഒരു പ്രയാസവും വരാതെ ദൈവം കാത്തൊരു സാക്ഷ്യം കഴിഞ്ഞ രാത്രിയിലെ മീറ്റിങ്ങിൽ ഒരുമിച്ച് കേൾക്കുകയായിരുന്നു. ഇന്ന് പകൽക്കാലം പറയട്ടെ, ഈ ദൈവം തമ്പുരാൻ വിശ്വസ്തനാ. ഈ ദൈവം തമ്പുരാൻ മതിയായവനാ, മാറാത്തവനെന്ന് പറഞ്ഞാൽ അങ്ങനെ നടത്താൻ സ്വർഗത്തിലെ തമ്പുരാൻ വിശ്വസ്തനാ. സ്തോത്രം. അതുകൊണ്ട് ഏത് സാഹചര്യം ആയിക്കോട്ടെ, ഏത് അനുഭവം ആയിക്കോട്ടെ, കർത്താവ് ശക്തൻ. അതുകൊണ്ടാണ് എൻ്റെ ദിവസങ്ങൾ പറഞ്ഞത്, കുഞ്ഞുങ്ങള് ബാങ്കോങ്ങിലായിരുന്നു, അവരെ സുരക്ഷിതമായിട്ടല്ലേ. ഓ, അതിനാ ദൈവമക്കളെ നന്ദി പറയണ്ടേ. അതിന് ചുറ്റുപാടുകൾ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ, അനേക പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചപ്പോൾ, അനേക പ്രതിസന്ധി ആഞ്ഞടിക്കുമ്പോൾ മുഴങ്കാൽ മടക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി സ്വർഗം ചായ്ക്കുന്ന ഒരു സർവശക്തനുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവിന്റെ ദാസൻ പറഞ്ഞത്, ഈ ദൈവം കരുണയുള്ള ദൈവമാ. സ്തോത്രം. അവിടുന്ന് പകലിൽ കർത്താവിന് വനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ഈ ഒരു വലിയ ബലത്തോടെ, ഈ ഒരു വലിയ ശക്തിയോടെ, നിരാശകൾ മാറി, ആകുലതകൾ മാറി, ഭാരങ്ങൾ മാറി ഈ കർത്താവിനെ ആരാധിക്കുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമാ. സ്തോത്രം. ഞാനും എൻ്റെ ശുശ്രൂഷയിൽ അടുത്ത മാസം 36-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുക. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പ്രിയപ്പെട്ട ബ്രദറിനോട് പറയുകയുണ്ടായി, വേറെ ശുശ്രൂഷ കഴിഞ്ഞാൽ വരുന്നത്, അല്പം അസ്വസ്ഥ ശബ്ദത്തിൽ. എന്നാൽ അദ്ദേഹം സൗണ്ടൊക്കെ ഇന്ന് ക്രമീകരണം, ഒന്നും ഭാരപ്പെടേണ്ട ബ്രദർ, ഇങ്ങനെ പോന്നാൽ മതി, ബാക്കി എല്ലാ കാര്യവും ഞങ്ങൾ ഭംഗിയായിട്ട് ക്രമീകരിച്ചോളാം. ഞാൻ പറയാനാക്കി ഇത് കഴിഞ്ഞ് വേറെ ശുശ്രൂഷയും കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞത്, ഏതൊരു കാര്യമായിക്കോട്ടെ ദൈവം തമ്പുരാൻ വിശ്വസ്തനായി നടത്താൻ ശക്തി. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരുമിച്ച് ഇവിടെ കൂടിയിരിക്കുമ്പോൾ ഏതൊരു കാര്യത്തെ ഓർത്ത് വ്യാകുലപ്പെട്ടായിരിക്കുന്നെങ്കിലും ആകുലപ്പെട്ടായിരിക്കുന്നെങ്കിലും കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാ, ഞാൻ നടന്ന ദൈവമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ നടത്താൻ നമ്മുടെ ദൈവവിശ്വാസം. അതുകൊണ്ട് ഇന്ന് പകലിൽ ആ ഒരു വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 12-13 വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം
12-13 വാക്യങ്ങൾ ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. യെശയ്യാവ് 55. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായ ദൈവത്തിന് നന്ദി പറയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം. ആ അധ്യായം നമ്മൾ മുഴുവൻ വായിക്കുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വേദഭാഗമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം. നമുക്കറിയാം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1 മുതൽ 66 അധ്യായങ്ങൾ വായിച്ചാൽ വളരെ നമ്മളെ ബലപ്പെടുത്തുന്നതായ ഒരു അധ്യായമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ ദൈവത്തിന്റെ വചനം ഇന്ന് യെശയ്യാ പ്രവാചകനോട് സംസാരിക്കുമ്പോൾ ഇന്ന് പറയുകയാണ് എങ്ങനെ നാം ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം. അവിടെ പറയുകയാണ് സന്തോഷത്തോടെ ഈ കർത്താവിനെ ദൈവമക്കൾ ആരാധിക്കണം. സ്തോത്രം. ജീവിതത്തിൽ ഏതൊരു അനുഭവം വരുമ്പോഴും ഏതൊരു സാഹചര്യം വരുമ്പോഴും യെശയ്യാവ് ഇന്ന് പകൽക്കാലം നമ്മെ ഓർപ്പിക്കുകയാണ്. ഇവിടെ പറയുക സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുന്നതായ ഒരു അനുഭവം. സ്തോത്രം. ജീവിതത്തിൽ ഏതൊരു മേഖല വരുമ്പോഴും ഏതൊരു അനുഭവം വരുമ്പോഴും ദൈവമക്കൾ വിളിച്ചു പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ ഈ കർത്താവിനെ സന്തോഷത്തോടെ ആനന്ദത്തോടെ ആരാധിക്കുന്ന ഒരു അനുഭവം. അതുകൊണ്ട് ജീവിതം ഏത് സാഹചര്യം വരുമ്പോഴും ദൈവമക്കൾ പറയണം ഈ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, ഈ കർത്താവിന്റെ കരങ്ങളിൽ ആശ്രയിക്കുമ്പോൾ ഒരു നാളും നമ്മളെ തള്ളിക്കളയാത്തവനായ ഒരു ദൈവം. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം ധ്യാനത്തിനായിട്ട് എടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നത്, അവിടെ വചനം ഓർപ്പിക്കുകയാണ് നമ്മെക്കുറിച്ച് വളരെ വിചാരമുള്ളവനായ ഒരു ദൈവമുണ്ട്. അതിന്റെ അവിടെ 8-9 വാക്യങ്ങൾ വായിക്കുന്ന കാണുന്നത് എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 55-ാം അധ്യായത്തിൽ ഇന്ന് പകൽ വചനം ഓർപ്പിക്കുകയാണ് നമ്മെക്കുറിച്ച് വളരെ വിചാരമുള്ളവനായ ഒരു ദൈവമുണ്ട്. സ്തോത്രം. കർത്താവിന്റെ മക്കളെ, എന്തുകൊണ്ട് സന്തോഷിക്കണമെന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് ആനന്ദിക്കണമെന്ന് പറഞ്ഞാൽ ദൈവമക്കൾ നിരാശപ്പെടണം. കാരണം എന്താ? ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ പ്രിയപ്പെട്ടവരോ കൂട്ടായ്മക്കാർ ആര് കൂടെ ഉണ്ടെങ്കിലും വചനം പഠിപ്പിക്കുകയാണ് അതിനെക്കാട്ടിലുപരിയായി നമ്മളെ കുറിച്ച് വിചാരമുള്ളവനായ ഒരു സർവശക്തനായ ദൈവ. സ്തോത്രം. ഇന്ന് പകൽ ദൈവമക്കളെ, നാം ചിന്തിക്കുന്നത് പോലല്ല, നാം നനയ്ക്കുന്ന പോലല്ല, വചനം പഠിപ്പിക്കുകയാണ് നമ്മെക്കുറിച്ച് വലിയ ചിന്തകളും വലിയ വിചാരവുമുള്ള ഒരു ദൈവം തമ്പുരാൻ ഇന്ന് പകൽക്കാലം നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. അതുകൊണ്ട് വചനത്തിൽ കാണാൻ സാധിക്കുന്നത് യേശു യായിറോസിന്റെ ഭവനത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആമേൻ അവിടെ കാണാൻ 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീയെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. വചനം പഠിപ്പിക്കുന്നത് അവള് ഏറിയോന്ന് സഹിച്ചവളാ, തന്റെ പണം മുഴുവൻ ചെലവഴിച്ചവളാ, അനേക വൈദ്യന്മാരിൽ ആശ്രയിച്ചതാ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് വളരെ പരവശയായ ഒരു സ്ത്രീ. ആമേൻ. ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത് 12 വർഷമായി രക്തം വാർന്നൊഴുകി അവരുടെ ശരീരം ക്ഷീണിച്ച് വളരെ സഹിച്ച് പണമെല്ലാം ചെലവഴിച്ച് വളരെ നിന്ദിക്കപ്പെട്ട് അവിടെ പറയുകയാണ് വളരെ വളരെ പരവശയായ ഒരു സ്ത്രീ. അല്ലേ? അവിടെ ഇങ്ങനെ എടുത്തു പറഞ്ഞിരിക്കുക. എന്നാൽ ഒരു വർത്തമാനം കേട്ടു, യേശു തൻ്റെ ദേശത്തു കൂടെ വരുന്നുണ്ട്. സ്തോത്രം. ഇന്ന് സന്ധ്യയെങ്കിൽ ദൈവമക്കളെ, നാം ദൈവത്തിലായിരിക്കുമ്പോൾ ഈ ഒരു വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യേ വരുമെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് ഹല്ലേലൂയ നമ്മുടെ മധ്യയിൽ ഉലാവിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ സ്ത്രീ ഒരു കാര്യം കേട്ടു, യേശു തൻ്റെ ദേശത്തു കൂടെ വരുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ കേൾക്കുകയാണ് യേശു തൻ്റെ ദേശത്തുകൂടെ വരുന്നുണ്ട്. വളരെ പരവശയായവള, മുതലൊക്കെ ചെലവഴിച്ചവള, ഏറിയൊന്ന് സഹിച്ചവള, അനേകരുടെ നിന്ന കേട്ടവള, ശരീരത്തിൽ രക്തം വാർന്നൊഴുകി മരണം മുൻപേ കണ്ട് ജീവിക്കുന്നവള. എന്നാൽ അവൾ ഒരു കാര്യം കേൾക്കുകയാണ്, രോഗിക്ക് സൗഖ്യം കൊടുക്കുന്നവനായ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനായ, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവനായ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നവനായ നസ്രയനായ യേശു എന്റെ ദേശത്തു കൂടെ വരുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തെ ആരാധിക്കുന്ന മക്കളെ, ഇവിടെ കാണാൻ സാധിക്കുന്നത് അവൾ ഇങ്ങനെ ചിന്തിച്ചത്, ആരും കാണാതെ ആരും അറിയാതെ ഞാൻ യേശുവിൻ്റെ വസ്ത്രം യേശുവിൻ്റെ പിറകിലൂടെ പോയെന്ന് തൊടുമല്ലേ.
കാരണം ഇങ്ങനെ ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ വരാൻ അനുവാദമില്ല. അവളുടെ ജീവിതത്തിൽ എല്ലാവരും തള്ളപ്പെട്ടവളാ. എന്നാൽ കാണാൻ സാധിക്കുന്നത് അവളെ തീരുമാനിക്കുക, വളരെ പരവശയായിരിക്കുമ്പോൾ, വളരെ നിരാശപ്പെട്ടിരിക്കുമ്പോൾ, വളരെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ അവൾ ചിന്തിക്കുകയാണ്, ഞാൻ യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു പോകും. സ്തോത്രം. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ. ജീവിതത്തിൽ ലോകത്തിൽ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. എൻ്റെ കർത്താവ് പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരണം. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിപ്പാൻ ശക്തനാ, ഞാൻ നിന്നെ വിടുവിപ്പാൻ ശക്തനാ, ഞാൻ നിന്നെ നടത്തുവാൻ ശക്തനാ. ഈ സ്ത്രീയെ കുറിച്ച് പറയുന്നത്, അവിടെ ആരും കാണാതെ യേശുവിൻ്റെ പിറകിലൂടെ ചെന്ന്, യേശുവിന്റെ ബാക്ക് സൈഡിലൂടെ ചെന്ന് അവന്റെ വസ്ത്രം തൊടുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്, 10,000 യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്തോട്ടെ, 1000 യേശുവിനോട് യാത്ര ചെയ്തോട്ടെ, ആരും അറിയാതെ പരവശിയായി, ഹൃദയം തകർന്നവളായി, ഏറിയൊന്ന് സഹിച്ചവളായി, ഹല്ലേലൂയ, പണമെല്ലാം ചെലവഴിച്ച് ഒട്ടും ഭേദം വരാത്തവള്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കും, ദൈവമക്കൾ ഉറക്കെ ഒരു ആമേൻ പറയണം. യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്, ക്ഷണത്തിൽ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ചില നാളുകളായി ഇടത് കൈ പൊക്കാൻ സാധിക്കാതെ അവൻ കൈക്ക് വേദനയായി ഭാരപ്പെടുന്ന ഒരു വ്യക്തി ഇന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. ദൈവമക്കളെ, ഇന്ന് പകലിൽ കർത്താവ് ആ മക്കളെ തൊടുകയ. സ്തോത്രം. ആ വിടുതലയക്കുക. ആ ഇത് നാളുകളിൽ ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കാൻ പോകുക. ക്ഷണത്തിൽ കാണുന്ന ഒരു ദൈവം തമ്പുരാനുണ്ട്. സ്തോത്രം. ആമേൻ. ഇന്ന് പകല് ദൈവമക്കളെ, യേശു മാറാത്തവനെന്ന് നമ്മൾ പാടി ആരാധിക്കുമ്പോൾ അവൻ മാറാത്ത ദൈവമാ. ആരും മാറിപ്പോയാലും, ലോകം മാറിപ്പോയാലും, എല്ലാം മാറിപ്പോയാലും, ഉറ്റവർ മാറിപ്പോയാലും, വേദോസ്തം പഠിപ്പിക്കുകയാണ്, നമുക്ക് മാറാത്തവനായ ഒരു സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. അല്ലെങ്കിൽ ലോകം മാറിപ്പോക്കോട്ടെ, എന്നാൽ വാക്ക് പറഞ്ഞ ദൈവം മാറാത്തവനാ. ഇവിടെ പറയുകയാണ്, ക്ഷണത്തിൽ. ഓ ഹല്ലേലൂയ. വാക്ക് വളരെ ഇമ്പോർട്ടൻ്റാ. നാളെ എന്നല്ല, അടുത്ത ദിവസം എന്നല്ല, അടുത്ത ആഴ്ച എന്നല്ല, അടുത്ത മാസം എന്നല്ല. ഇന്ന് പകല് ദൈവമക്കളെ, കർത്താവിന്റെ ബൈബിൾ ഓർപ്പിച്ചല്ല സങ്കീർത്തനം പറഞ്ഞപ്പോൾ, അവർക്ക് വേണ്ടി ആ ഭവനത്തിലേക്ക് കാര്യങ്ങൾ ക്രമീകരിച്ചവനായൊരു ദൈവം, അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തൊരു ദൈവം. അവരുടെ മകൻ പറഞ്ഞു, ഇതെങ്ങനെ നടക്കുമല്ലേ? എന്നാൽ നമുക്ക് വേണ്ടി ഇന്ന് വരെയും ശ്രേഷ്ഠമായ, അതുകൊണ്ട് 37-ാം വർഷത്തിൽ എൻ്റെ കർത്താവിൻ്റെ വേലയിൽ പ്രവേശിക്കുമ്പോൾ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ അനേക ദൈവമക്കൾ ഓൺലൈനിൽ കേൾക്കുന്നുണ്ടല്ലോ. ദൈവമക്കളോട് പറയട്ടെ, സർവശക്തനായ ദൈവം ഇന്ന് വരെയും ശ്രേഷ്ഠമായി നടത്തിയൊരു ദൈവമാണ്. അത്ഭുതമായി, അതിശയമായി, ശ്രേഷ്ഠമായി ശുശ്രൂഷകളിൽ കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചല്ലോ, അനേക സ്ഥലങ്ങളിൽ അയച്ച് ശുശ്രൂഷ ചെയ്യാൻ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം. ഈ ദൈവത്തെ കുറിച്ച് പറയുകയാണ്, ക്ഷണത്തിൽ അവളുടെ രോഗബന്ധനങ്ങൾ അവളുടെ ശരീരത്തിൽ അറിയുക. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്, യേശു ഒരു കാര്യം പറയുക, എന്നെ ആരോ, ഒരുപക്ഷെ നമ്മളാണ് ഓർത്തേക്കാം, 10,000 ഹോശന്ന പാടി കടന്നു പോകുമ്പോൾ എത്രയോ പേര് യേശുവിനെ സ്പർശിക്കുന്നു, അല്ലേ? എത്രയോ പേര് യേശുവിന്റെ ശരീരത്തിൽ തൊടുന്നു, എത്രയോ പേര് യേശുവിന്റെ കരങ്ങളിൽ തൊടുന്നു, എത്രയോ പേര് യേശുവിന്റെ വസ്ത്രത്തിൽ തൊടുന്നു. എന്നാൽ ദൈവമക്കളെ, ഇന്ന് പകലിൽ ഹൃദയം നുറുങ്ങിയവർക്ക് ഈ ദൈവം സമീപത്തുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ നടത്താൻ ശക്തനാ. മനസ്സ് തകർന്നവരുടെ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിരിക്കും എന്നല്ല പറഞ്ഞത്. 34-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, എൻ്റെ ഹൃദയം നുറുങ്ങിയപ്പോൾ, ഹല്ലേലൂയ, എൻ്റെ മനസ്സ് തകർന്നപ്പോൾ എനിക്ക് വേണ്ടി സ്വർഗം ചായിച്ച് ഇറങ്ങി വന്നൊരു ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച ദൈവമക്കൾ കരമുയർത്തി ദൈവത്തിന് നന്ദി പറയണം. ഹല്ലേലൂയ. ഈ ദൈവം തമ്പുരാൻ വിശ്വസ്തനാ, ഈ ദൈവം തമ്പുരാൻ മതിയായവനാ, ഈ ദൈവം തമ്പുരാൻ നടത്താൻ ശക്തനാ. ഇവിടെ പറയുകയാണ്, യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ ആരോ, നമ്മളാണ് എന്ത് മണ്ടത്തരം പറഞ്ഞത്, അല്ലേ? കാരണം 1000 പോകുമ്പോൾ അറിയുമോ ബ്രദർ വ്യക്തിപരമായിട്ട്? അതുകൊണ്ടാണ് നദനിയേലോട് കാര്യം പറഞ്ഞു, നദനിയേലേ, നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്നത് ആരാധിക ദൈവമക്കൾ പറയണം, എന്നെ ലോകത്തിൽ ആരും അറിയുന്നില്ല എങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവർ അല്പോഴും മാറിക്കളഞ്ഞേക്കാം, എന്നാൽ എന്നെ പേർ ചൊല്ലി. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ പേർ ചൊല്ലി, ഞാൻ നിന്നെ പേർ ചൊല്ലി, ഞാൻ നിന്നെ ഓമനെ പേർ ചൊല്ലി വിളിച്ചവനായ ഒരു ദൈവം ഇന്നും നമ്മുടെ മധ്യയുണ്ട്. അതുകൊണ്ടാണ് ഈ വചനം കാണാൻ സാധിക്കുന്നത്. യേശു പറയുകയാണ്, എന്നെ ആരോ തൊട്ടു. ശിഷ്യന്മാർ പറയുക, എത്രയോ 1000 നിന്റെ കൂടെ വരുന്നുണ്ട്, നിന്നെ ആര് തൊട്ടെന്ന് എങ്ങനെ അറിയുന്നത്? യേശു പറയാണ്, എങ്കൽ നിന്ന്. ഹല്ലേലൂയ. എങ്കൽ നിന്നല്ലേ?
ഇന്ന് പകലിൽ ആരാധിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ വിചാരമല്ല കേട്ടോ, ധാരാളം കാര്യങ്ങളോർത്ത് നമ്മൾ വിചാരപ്പെടുമ്പോൾ, ധാരാളം കാര്യങ്ങളോർത്ത് ഭാരപ്പെടുമ്പോൾ, ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, എന്നെയും നിന്നെയും കുറിച്ച് വിചാരമുള്ളവനായ ഒരു ദൈവം, എന്നെയും നിന്നെയും വിളിച്ചിറക്കിയെങ്കിൽ വഴിയിൽ കളയാത്തൊരു ദൈവം. ഈ സ്ത്രീയോട് കർത്താവ് പറയുകയാണ്, അവളെ മുൻപോട്ട് വിളിച്ച് പറയുകയാണ്, ഹല്ലേലൂയ, ഈ വസ്ത്രമല്ല നിന്നെ സുഖമാക്കിയത്, ഈ കർത്താവാണെന്നുള്ള വലിയ വെളിപ്പാടവ് കൊടുത്തിട്ട് പറയുകയാണ്, നിന്റെ രോഗബന്ധനങ്ങൾ അഴിഞ്ഞിരിക്കുന്നു, നീ സമാധാനത്തോടെ. അല്ലേ, എന്തായിരുന്നു ഈ സ്ത്രീയുടെ അനുഭവം? വളരെ പരവശയായി, അനേകരിൽ ആശ്രയിച്ച്, മുതലൊക്കെ ചെലവഴിച്ച്, നിന്നെയും പരിഹാസകടേശു പറയാണ്, മോളെ നീ സമാധാനത്തോടെ. ഇന്ന് പകലിൽ ആരാധനയ്ക്കോ ദൈവമക്കൾ വിളിച്ചു പറയാൻ സാധിക്കും, എന്നെക്കുറിച്ച് കൺസേൺ ഉള്ളൊരു ദൈവമുണ്ടല്ലേ, എന്നെക്കുറിച്ച് കരുതലുള്ളൊരു ദൈവമുണ്ട്, എന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ ആവശ്യങ്ങളിൽ സ്വർഗം ചായ്ക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ നടത്താൻ ശക്തനായ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് വചനത്തിൽ കാണാൻ സാധിക്കുന്നത്, ഇവിടെ പറയുകയാണ്, എൻ്റെ വിചാരമല്ല നിങ്ങളുടെ വിചാരങ്ങൾ, എൻ്റെ നിരൂപണമല്ല നിങ്ങളുടെ നിരൂപണങ്ങൾ. അവിടെ പറയുകയാണ്, നിങ്ങളെക്കുറിച്ച് എനിക്ക് വളരെ മഹത്വമായൊരു പദ്ധതിയുണ്ട്. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. എന്നെ കുറിച്ച് പറയുകയാണ്, ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. സ്തോത്രം. ഇന്ന് പകലിൽ ആരാധിക ദൈവമക്കൾ പറയണം, എന്നെക്കുറിച്ച് കരുതാൻ ഒരു ദൈവമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് പാട്ടുകാരൻ പാടുന്നത്, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിന് നീ, കണ്ണുനീരിൻ്റെ താഴ്വരകളിൽ കൈവിടാത്തവനായ ഒരു ദൈവം. നൂറുകണക്കിന് അനുഭവങ്ങൾ എൻ്റെ കൂടെ ദൈവദാസനുണ്ട്, നമുക്കെല്ലാം ഇന്ന് പറയാൻ കാണും, അനേക അനുഭവങ്ങൾ, അനേക സാക്ഷ്യങ്ങൾ. അതുകൊണ്ട് വചനം പഠിപ്പിക്കുന്നത്, യെശയ്യാ പറയുകയാണ്, നിങ്ങൾ സന്തോഷത്തോടെ കടന്നു പോകുമെന്ന് പറഞ്ഞാൽ എന്താ കാരണമെന്നറിയാവോ? നമ്മെക്കുറിച്ച് കൺസേൺ ഉള്ളവനായ ഒരു ദൈവം, നമ്മളെക്കുറിച്ച് കരുതലുള്ളവനായ ഒരു ദൈവം. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളെ വിളിച്ചിറക്കിയിട്ട് എന്തെങ്കിലും കുറവ് വരുത്തിയോ? നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ചാൽ, ഞാൻ പല പ്രാവർത്തി വായിച്ചതാണ് ആ പുറപ്പാടും ആ പുസ്തകത്തിന്റെ ഭാഗങ്ങളൊക്കെ. അവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്, വിളിച്ചിറക്കിയ ദൈവമല്ലേ. ഇവര് ചെങ്കടലിനടുത്ത് എന്താ പറഞ്ഞത്? കൊല്ലാനായിട്ട്. എന്തിനാ കരഞ്ഞെന്നറിയാവോ? 430 പരം സംവത്സരം മിസ്രൈമിൽ വിടുതലിനായിട്ട് കരഞ്ഞ ദൈവജനത്തെ മോശയെ ഒരുക്കിയത് തന്നെ എത്രയോ വലിയ അത്ഭുതമാ. മോശ ആമേൻ കാണാൻ, ഹല്ലേലൂയ, 10 ബാധകൾ മിസ്രൈമിന്റെ വീട്ടിൽ വരുമ്പോൾ ഒരു ബാധ പോലും ഇസ്രായേലിന്റെ വീട്ടിൽ വരാതെ ആമേൻ പരിപാലിച്ചവനായ ഒരു ദൈവം. ആ ജനം ഇപ്പോൾ ചെങ്കടലിനടുത്ത് നിൽക്കുമ്പോൾ ചോദ്യം എന്താ? ഹല്ലേലൂയ, മിസ്രൈമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടല്ലേ. ചില വാക്കുകളൊക്കെ എന്ത് വേദനകളല്ലേ. അതിന് കാണാൻ സാധിക്കുന്നേ, കരഞ്ഞ് നിലവിളി കേട്ട് ഒരുക്കി ആമേൻ ബാധയിൽ നിന്ന് വിടുവിച്ച് കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ, ഞാൻ ചോദിക്കട്ടെ, അവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്, ഒരു വ്യക്തി പോലും മോശയ്ക്ക് സപ്പോർട്ട് എടുത്താൽ കാണുന്നില്ല. ഇവരെല്ലാം എന്താ പറഞ്ഞ്? മിസ്രൈമിൽ ശവക്കുഴി ഞങ്ങളെ കൊല്ലാനായിട്ടല്ലേ, ഞങ്ങളെ കൊല്ലാനായി. ആ വാക്കെന്ത് നമ്മൾ ഓർക്കണം, ഞങ്ങളെ കൊല്ലാനായിട്ടല്ലേ. ഞാൻ കാണാൻ സാധിക്കുന്നത്, ഒരു കടിഞ്ഞൂല് പോലും മരിക്കാതെ, ഒരാടിന്റെ കടിഞ്ഞൂല് പോലും മരിക്കാതെ, ആമേൻ, ഹല്ലേലൂയ, ഇത്രയും ജനത്തെ ചെങ്കടലിനകത്ത് ചെങ്കൽ പാതയൊരുക്കി, ഉണങ്ങിയ നിലമൊരുക്കി, അക്കരെ കടത്തിയവനായ ഒരു ദൈവം തമ്പുരാൻ. സ്തോത്രം. ദൈവമക്കളെ, ചരിത്രം ഇങ്ങോട്ട് പഠിക്കുമ്പോൾ എല്ലാം വിവരിക്കാൻ സമയമില്ലല്ലോ. ആമേൻ, മോശ പറഞ്ഞു, നാളെ നിങ്ങൾക്ക് ആഹാരം ദൈവം തരുമെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താണ്? നമ്മുടെ കൂടെയുള്ള ആടിനെയും കടലിലെ മീനും എല്ലാം കയറി വന്നാലും ചില നാളുകൾ മാത്രമല്ലേ. സ്തോത്രം. എന്നാൽ മോശ പറയുകയാണ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലല്ല, സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യം ചെയ്യുന്ന ഒരു ദൈവം. സ്തോത്രം. സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ മാനിക്കുന്നവനായ ഒരു ദൈവം. അതുകൊണ്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്, ഒരു നന്മയും മുടക്കാതെ ഇസ്രായേൽ മക്കളെ വിളിച്ചിറക്കിയെങ്കിൽ വളരെ ശ്രേഷ്ഠമായി പരിപാലിച്ചവനായ ഒരു ദൈവം, വളരെ ശ്രേഷ്ഠമായി നടത്തിയവനായ ഒരു ദൈവം. സന്ധ്യയിൽ പറയുകയാണ്, സന്തോഷിപ്പാൻ വകയുണ്ടോ? ഹല്ലേലൂയ. അനേകർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ചെറിയ ബായികമായിട്ട് ഈ ദേശത്ത് കടന്നു വന്നു. ഹല്ലേലൂയ. ഇന്ന് വളരെ ശ്രേഷ്ഠമായി മക്കളെയും കൊച്ചുമക്കളെയും തലമുറകളെയും സ്വർഗം രാജകീയമായി ശ്രേഷ്ഠമായി നടത്തുമ്പോൾ ദൈവമക്കളുടെ ജീവിതത്തിൽ എത്രയോ നമ്മളെ കുറിച്ച് കരുതലുള്ളൊരു ദൈവമല്ലേ. പ്രൈസ് ഗോഡ്.
നമ്മൾ ചിന്തിക്കുന്നതിനെങ്കിലുപരിയായി ഇന്നുവരെയും ശ്രേഷ്ഠമായി നമ്മളെ നടത്തിയ ഒരു ദൈവം. അതുകൊണ്ടാണ് കോരഹിന്റെ മക്കൾ 46 സംഘം ഇങ്ങനെ പറയുകയാണ്, എന്ത് സംഭവിച്ചോട്ടെ, ഭൂമി മാറിപ്പോക്കോട്ടെ, പർവ്വതം കുലുങ്ങിക്കോട്ടെ, സമുദ്രമധ്യേ വീണോട്ടെ, വെള്ളമിരിച്ച് കലങ്ങിക്കോട്ടെ, കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിക്കോട്ടെ, അവർ പറയുക ഞങ്ങൾ ഭയപ്പെടുന്നില്ല. കാരണം എന്താണെന്നറിയാവോ? ദൈവം ഞങ്ങളുടെ സങ്കേതമാ, ദൈവം ഞങ്ങളുടെ ബലമാ, അവൻ ഞങ്ങളുടെ കഷ്ടങ്ങളിൽ ഇന്നുവരെയും അടുത്ത തുണയായി ഇരുന്നതുകൊണ്ട് പറയുകയാണ് എന്ത് സംഭവിച്ചോട്ടെ. ഇന്ന് പകരം ദൈവമക്കളെ, സന്തോഷത്തോടാണെങ്കിൽ അനുഗ്രഹത്തോടാണെങ്കിൽ ഇവിടെ പറയുകയാണ് നമ്മെക്കുറിച്ച് വിചാരമുള്ളവനായി. രണ്ട്, ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാനുള്ള ഒരു ആഹ്വാനമാണ്. അവിടെ പറയുകയാണ്, വചനം അർപ്പിക്കുന്നത് 1 മുതലുള്ള വാക്യങ്ങൾ ഇവിടെ പറയുകയാണ്, ഏവരും എൻ്റെ അടുക്കിലേക്ക് വരണം. അല്ലേ? അവിടെ പറയുക, ദാഹിക്കുന്നവര്, ദ്രവ്യമില്ലാത്തവര്, പണമില്ലാത്തവർ, ആരായിക്കോട്ടെ, അവിടെ പറയുകയാണ് നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ അടുക്കിലേക്ക് വന്നാൽ സൗജന്യമായി. അല്ലേ? എനിക്ക് ആ വാക്ക് ഒത്തിരി എന്നെ ടച്ച് ചെയ്തതാണ്. അനേകര് പല കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ കർത്താവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുകയാണ്, ദാഹിക്കുന്ന ഏവനുമേ നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ, എൻ്റെ കരങ്ങളിൽ ആശ്രയിച്ചാൽ, എൻ്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിച്ചാൽ ഒരു നാളും അനാഥനായി വിടുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവസ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ പറയുകയാണ്, ഈ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാനുള്ള ഒരു വലിയ ആഹ്വാനമാണ് ഇന്ന് ഈ മധ്യാഹ്ന സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. അതുകൊണ്ടാണ് അവൻ്റെ മുഖത്തേക്ക് നോക്കിയ ആരും ഇന്നുവരെയും ലജ്ജിച്ചു പോകുവാൻ കർത്താവ് സമ്മതിച്ചിട്ടില്ല എന്ന് വചനം ഇന്ന് പകൽക്കാലം നമ്മളെ ഓർപ്പിക്കുക. ദൈവമക്കളെ, ജീവിതത്തിൻ്റെ ഏതൊരു സാഹചര്യം ആയിക്കോട്ടെ, ഈ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, ഈ കർത്താവിൻ്റെ കരങ്ങളിൽ ആശ്രയിക്കുമ്പോൾ എത്ര ശ്രേഷ്ഠമായി നമ്മളെ നടത്തിയ ഒരു ദൈവം. നമുക്കറിയാം, രൂത്തിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ഹല്ലേലൂയ, ആ അമ്മ ഇങ്ങനെ പറഞ്ഞത്, എൻ്റെ ഭർത്താവ് മരിച്ചു, എൻ്റെ മക്കൾ മരിച്ചു, ഓർപ്പ എന്നെ ചുംബിച്ച് മടങ്ങിപ്പോയി, രൂത്തെ നീ നിന്റെ ദേശത്തേക്ക് പോകണമല്ലേ. ഒരു മോവാബിയ പെൺകുട്ടിയാ, എല്ലാം നോക്കിയാൽ നെഗറ്റീവാണ്, ഒന്നും വഴി മുമ്പിലില്ല. ഈ അമ്മ പറയുകയാണ്, നീ നിന്റെ ദേശത്തേക്ക് മടങ്ങി പോകണം. ഓർപ്പ അമ്മായിമെ ചുംബിച്ച് അവൾ ബൈ പറഞ്ഞ് മടങ്ങിപ്പോയി. എന്നാൽ രൂത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, അമ്മേ നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. അടുത്ത വലിയൊരു അനുഗ്രഹം പറയുകയാണ്, നിന്റെ ദൈവമാണ്, ഉറക്കെന്ന് പറഞ്ഞാട് ദൈവമക്കളെ, നിന്റെ ദൈവമാണ്, നിന്റെ ദൈവമാണ്. ഒരു മോവാബിയ പെൺകുട്ടി ശപിക്കപ്പെട്ടതെന്ന് വിധി എഴുതിയവള്, അവൾ വിശ്വാസത്തോടെ വിളിച്ചു പറയുക, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും, നീ പോകുന്നിടത്ത് ഞാൻ പോകും, നിന്റെ ദൈവം. ഇന്ന് സന്ധ്യയെങ്കില് ദൈവമക്കളെ, നമ്മൾ ഈ വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ഇതിനകത്ത് വിശ്വസിച്ച, ഇതിൽ ആശ്രയിച്ച ഒരു ദൈവ പൈതലിനെ പോലും ഇന്നുവരെയും കർത്താവ് അനാഥനായി വിട്ടിട്ടില്ല. സ്തോത്രം. ഇവിടെ കാണാൻ സാധിക്കുന്നത്, രൂത്ത് കാലാ പറക്കുമ്പോൾ ബോവസ് ഒരു കാര്യം പറയുന്നുണ്ട്, അവൾക്ക് വേണ്ടി കൂടുതൽ കറ്റകൾ പറക്കിയിട്ടേക്കണം. കാരണം എന്താ? അവള് നമ്മുടെ ദൈവത്തെ കണ്ടുവന്നതാ. ഹല്ലേലൂയ. രൂത്ത് ബോസ് പറയുകയാണ്, ഇവൾ നമ്മളുടെ ദൈവത്തെ കണ്ടുവന്നതാ. ദൈവമക്കളെ, ചരിത്രം പഠിക്കുമ്പോൾ യേശുവിൻ്റെ വംശാവലിയിൽ നമുക്ക് ശപിക്കപ്പെട്ടുള്ള ലോകം വിധി എഴുതിയതായ ഒരു കാര്യമേ അവൾ പറഞ്ഞുള്ളൂ, നിന്റെ ദൈവത്തെ എനിക്ക് മതി. സ്തോത്രം. നിന്റെ ദൈവത്തെ എനിക്ക് മതി, ലോകത്തിൽ വേറെ ഒന്നും വേണ്ട, എനിക്ക് ആശ്രയമുണ്ടോന്ന് അറിയത്തില്ല, ആരുണ്ടെന്നറിയുന്നാൽ അവൾ അമ്മയോട് പറയുകയാണ്, വേദനയുടെ മധ്യത്തിൽ, വേർപാടിന് മധ്യത്തിൽ സകല വഴികളും അടഞ്ഞപ്പോൾ രൂത്ത് പറയും, അമ്മേ നിന്റെ ദൈവത്തെ എനിക്ക് മതി. സ്തോത്രം. കർത്താവിൻ്റെ മക്കളെ, ജീവിതാനുഭവങ്ങളിൽ ഇന്ന് പകൽക്കാലം സാക്ഷ്യം പറയാൻ നമുക്ക് സമയം കിട്ടിയാൽ മുൻപ് മുതൽ പുറകുവരെയും എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് പറയും, ഈ ദൈവം എനിക്ക് വിശ്വസ്തനായിരുന്നു, ഈ ദൈവം എൻ്റെ കുടുംബത്തിന് വിശ്വസ്തനായിരുന്നു, ഈ ദൈവം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിശ്വസ്തനായിരുന്നു, ഈ ദൈവം എൻ്റെ മരുമക്കൾക്ക് വിശ്വസ്തനായിരുന്നു, ഈ ദൈവം എൻ്റെ കൊച്ചുമക്കൾക്ക് അല്ലെങ്കിൽ വിശ്വസ്തനായിരുന്നെന്ന് ധൈര്യത്തോടെ ഇന്ന് പകൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുകയാണ്, സന്തോഷത്തോടെ നമ്മൾ കടന്നു പോകണമെങ്കിൽ. രണ്ട്, ഇവിടെ യേശയ്യാവ് പറയുകയാണ്, നിങ്ങൾ ഈ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കണം. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, നിന്റെ അപ്പൻ നിന്നെ ഉപേക്ഷിച്ചേക്കാം, നിന്റെ അമ്മ നിന്നെ ഉപേക്ഷിച്ചേക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ കടന്നു വന്നാലും ദാവീദ് പറയാണ്, എൻ്റെ ദൈവം എന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. ഇന്ന് പകൽ ദൈവമക്കളെ, വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ നമുക്ക് ഈ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം, ഈ കർത്താവിൻ്റെ കാര്യങ്ങളിൽ ആശ്രയിക്കാം. ഏതൊരു അനുഭവം വരുമ്പോഴും, ഏതൊരു സാഹചര്യം വരുമ്പോഴും ദൈവത്തിൻ്റെ മുഖത്ത് നോട്ടം മാറ്റാതെ കർത്താവിൻ്റെ കരങ്ങളിൽ ആശ്രയിക്കുമ്പോൾ, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മെ ജയോത്സവമായി നടത്തുന്നവനായ ഒരു സർവശക്തൻ ഇന്ന് നമ്മുടെ മധ്യേ ഉണ്ട്. സ്തോത്രം. കർത്താവിൻ്റെ മക്കളെ, യെശയ്യാവ് പറയുകയാണ്, ഈ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം. യെശയ്യാവിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ ഒരു നാൾ പലതിലും ആശ്രയിച്ചതാ,
ഉസ്യാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ നിരാശപ്പെട്ട വ്യക്തി. എന്നാൽ വചനം കാണാൻ സാധിക്കുന്നത് ഹല്ലേലൂയ, ഈ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുക. ഇന്ന് പകലിൽ കർത്താവിന്റെ മക്കളുടെ ജീവിതത്തിൽ വേറൊരു വ്യക്തിയുടെ മുഖത്തേക്കല്ല, നമ്മളെ ആരെങ്കിലും സഹായിക്കുന്നുള്ളതല്ല, പിന്നെയോ ഈ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു നാളും ദൈവം നമ്മെ അനാഥനായിട്ട് വിടത്തില്ല. സ്തോത്രം. ഏതൊരു സിറ്റുവേഷൻ വന്നോട്ടെ. അതുകൊണ്ടാണ് 23 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്, യഹോവ എൻ്റെ ഇടയന, എനിക്കൊന്നിനും മുട്ടുവരാൻ സമ്മതിക്കത്തില്ല. അടുത്ത പറയുകയാണ്, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെ കിടത്തുന്നൊരു ദൈവമാ. വീണ്ടും പറയുക, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നൊരു ദൈവമാ. അവിടെ പറയുകയാണ്, അല്ലെ എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കും. അല്ല, ഇന്ന് പകരം ദൈവമക്കളെ ഈ കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുമ്പോൾ, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ യെശയ്യാ പറയുകയാണ്, ആനന്ദത്തോടെ സന്തോഷത്തോടെ നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവം. മൂന്നാമതായിട്ട് ഈ ഭാഗത്ത് നമ്മൾ ഓർപ്പിക്കുന്ന കാര്യം വചനം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, സമയം ദൈവമക്കൾ തക്കത്തിൽ ഉപയോഗിക്കണം. സ്തോത്രം. യെശയ്യാ പറയുകയാണ്, സന്തോഷത്തോടെ ആനന്ദത്തോടെ ആയിരിക്കണമെങ്കിൽ വചനം ഓർപ്പിക്കുകയാണ്, സമയം ഒരു ദൈവ പൈതൽ തക്കത്തില് ഉപയോഗിക്കാനായിട്ട് വചനം ഇന്ന് നമ്മെ ഓർപ്പിക്കുക. അതിൽ 6ഉം 7ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നത്, സമയം ഒരു ദൈവ പൈതൽ തക്കത്തിൽ ഉപയോഗിക്കുന്നവരായിരിക്കും. ദൈവമക്കളെ, അനേകര് നാളത്തേന് മാറ്റി വെക്കുന്നവരാ, അടുത്ത സമയത്തെ മാറ്റി. എന്നാൽ ഇവിടെ പറയുകയാണ്, ദൈവമക്കളുടെ ജീവിതത്തിൽ യെശയ്യാ ഓർപ്പിക്കുകയാണ്, സന്തോഷത്തോടെ ആനന്ദത്തോടെ ദൈവത്തിന് സന്നിധിയിലായിരിക്കണമെങ്കിൽ അവിടെ പറയുകയാണ്, ഈ സമയം ദൈവത്തോട് ചേർന്ന് ഹല്ലേലൂയ ശക്തമായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ അത് ജീവിതത്തിന്റെ വലിയ സന്തോഷമാണ്. പ്രതികൂലങ്ങൾ കടന്നു വന്നേക്കാം, പ്രതിസന്ധി കടന്നു വന്നേക്കാം. ഞാൻ ഓർക്കുന്നുണ്ട്, ആയിരങ്ങൾ പതിനായിരങ്ങൾ ഏത് പ്രതിസന്ധി വന്നാലും ആരാധനകൾ മാറ്റിവെക്കാത്തവരുണ്ടല്ലേ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ആമേൻ വലിയ തിരമാല ആഞ്ഞടിച്ചെന്നാണ് പറഞ്ഞത്. എല്ലാവരും ഓർത്തു നമ്മൾ നശിച്ചു പോകും, എല്ലാവരും ഓർത്ത് ഇനിയും മുൻപോട്ട് പോകാൻ സാധിക്കുകയില്ല, വിലപിടിപ്പുള്ള സാധനമെല്ലാം വെളിയിലെടുത്തെറിയുക. എന്നാലും പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞത്, അവരോട് പറയുകയാണ്, നിങ്ങളാരും ഭാരപ്പെടേണ്ട, ഞാൻ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. കപ്പൽ ആടിയുലയുമ്പോൾ, അനേകര് കരഞ്ഞ് അലമുറയിടുമ്പോൾ, അനേകര് നിരാശപ്പെടുമ്പോൾ, വിലപിടിപ്പുള്ള സാധനം കടലിലേക്ക് വലിച്ചെറിഞ്ഞ് രക്ഷ നേടാൻ ഒരുങ്ങുമ്പോൾ, പൗലോസ് അപ്പോസ്തലൻ ജയിലിലേക്ക് യാത്ര ചെയ്യുന്ന സമയമാ, റോമിലേക്ക് യാത്ര ചെയ്യുന്ന സമയമാ, തന്റെ കരങ്ങളിൽ ചങ്ങലയിട്ട് ബന്ധിച്ചിട്ടുണ്ട്. എന്നാൽ നിരാശയുടെ വാക്കല്ല പറയുന്നത്. ആ കപ്പലിലുള്ള അനേക ആൾക്കാർ നിരാശ പറയുമ്പോൾ ഭക്തൻ എഴുന്നേറ്റ് പറയുകയാണ്, കയ്യിൽ ചങ്ങല കിടക്കുക, കാരാഗ്രഹ യാത്ര ചെയ്യുക. നിരാശയുടെ വാക്കല്ല, ഇവിടെ മരിച്ചോട്ടെ എന്നല്ല പറയുന്നത്. പിന്നെയോ പൗലോസ് അപ്പോസ്തലൻ പറയുക, ഞാൻ സേവിക്കുന്ന ഒരു ദൈവം. അല്ലേ, ഓ ഹല്ലേലൂയ, ഞാൻ സേവിക്കുന്ന ഒരു ദൈവം കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ അടുക്കൽ. ഇന്ന് പകലിൽ ആരാധിക്കുന്ന മക്കൾ ഇത് ആമേൻ അനുഭവത്തിൽ കണ്ട് പറയണം, എനിക്ക് വേണ്ടി അനേക സമയങ്ങളിൽ സ്വർഗം ചായ്ച്ചവനായ ഒരു ദൈവം, എന്നെ മാനിച്ചവനായ ഒരു ദൈവം, എന്നെ നടത്തുന്ന ഒരു ദൈവം, എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ടാണ് കാണാൻ സാധിക്കുന്നത്, ഞാൻ സേവിക്കുന്ന സർവശക്തനായ ദൈവം കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. സ്തോത്രം. അത് മാത്രമല്ല പറയുന്നത്, കപ്പലിനല്ലാതെ ഒരാൾക്ക് പോലും, അല്ലേ, ഒരു വ്യക്തിക്ക് പോലും ഇതൊരു വലിയ വിശ്വാസ പ്രഖ്യാപനമല്ലേ. ചുറ്റുപാടുകാര് പല നിരാശ പറയുമ്പോൾ, പല വേദന പറയുമ്പോൾ, പല ഭാരം പറയുമ്പോൾ, ഇന്ന് പകൽ ആരാധിക്കുന്ന ദൈവമക്കൾ ധൈര്യത്തോടെ പറയണം, ഹല്ലേലൂയ, ജീവിതത്തിൽ എനിക്കൊരു ഉടയവനുണ്ട്. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, കപ്പലിനല്ലാതെ ഒരു വ്യക്തിക്ക് പോലും. നമ്മൾ വേദപുസ്തകം അപ്പോസ്തല പ്രവൃത്തികൾ പഠിച്ചാൽ, അവസാനത്തെയും പഠിച്ചാൽ, അതുപോലെ തന്നെ അറ്റസ്റ്റ് ചെയ്തവനായ ഒരു ദൈവം. അല്ലേ, വചനം കാണാൻ സാധിക്കുന്നേ, അവർ മെലീത്ത ദ്വീപിലേക്ക് നീന്തി കയറി. അവിടെ കാണാൻ സാധിക്കുന്നത്, പൗലോസിന്റെ കയ്യിൽ ഒരണലി പറ്റിയെന്നാ പറഞ്ഞത്. ആ ദേശക്കാർ പറയുക, നിന്നെ പോലെ ഭാഗ്യം കെട്ടവൻ വേറെ ലോകത്തില്ല. കാരണം എന്താ, കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു അനുഭവത്തിലൂടെ വന്ന് കയറിയപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്ന വചനം പഠിപ്പിക്കുകയാണ്, നിന്നെ ഞങ്ങളുടെ ദൈവം പോലും കളഞ്ഞല്ലോ, നിന്നെ ഞങ്ങളുടെ ദൈവം പോലും കളഞ്ഞല്ലോ. ഇത് കേട്ടപ്പോൾ ഇങ്ങനെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, പൗലോസ് അപ്പോസ്തലൻ നിരാശപ്പെടുകയല്ല, പൗലോസ് അപ്പോസ്തലൻ അതിനെ ആ തീക്കകത്തേക്ക്. ഇന്ന് പകലിൽ ദൈവമക്കളുടെ ജീവിതാനുഭവങ്ങളിൽ വളരെ വ്യക്തമായി ദൈവമക്കൾ ഓർക്കണം, ലോകം നമ്മളെ നോക്കി എന്ത് പറഞ്ഞോട്ടെ, ലോകം നമ്മളെ നോക്കി നിരാശ പറഞ്ഞോട്ടെ, എന്നാൽ തക്ക സമയത്ത് ഹല്ലേലൂയ ഏതൊരു അനുഭവത്തിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായ, നമ്മെ മാനിക്കുന്നവനായ ഒരു ദൈവം തമ്പുരാൻ ഇന്ന് നമ്മുടെ മധ്യയിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ അധ്യായം ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണുന്നത്, നീ ഞങ്ങളുടെ ദേവനായല്ലേ.
അല്പം മുമ്പ് എന്താ പറഞ്ഞത്? ഞങ്ങളുടെ ദേവൻ പോലും, ഞങ്ങളുടെ ദൈവം പോലും നിന്നെ തള്ളിക്കളഞ്ഞല്ലോ, നീ ഒരു ഭാഗ്യം കെട്ടവനാണല്ലോ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ആ ദേശക്കാര് പറയുകയാണ്, പൗലോസേ നീ ഞങ്ങളുടെ ദേവന. ഇന്ന് പകല് ദൈവമക്കളെ, ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഏതൊരു അനുഭവത്തിലും സമയം തക്കത്തിൽ ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളെ മാനിക്കുന്നവനായ ഒരു ദൈവം തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവം തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ആവശ്യങ്ങളിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ യെശയ്യാ പറയുകയാണ്, വചനത്തിൽ ഓർപ്പിക്കുകയാണ്, ഹല്ലേലൂയ, സമയം ഒരു നാളും മാറ്റിവെക്കരുത്, സമയം തക്കത്തിൽ ഉപയോഗിച്ചോണം. ജീവിതത്തിന്റെ ഏതൊരു അനുഭവത്തിലും കർത്താവ് പറയുമ്പോൾ കർത്താവിന് വേണ്ടി ശക്തമായിട്ട് നിൽക്കുന്നെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. സ്തോത്രം. ഞാൻ നാട്ടിലെ കടന്നുപോയ സമയത്ത് 92 വയസ്സുള്ള ഒരു പിതാവിനെ കാണാനായിട്ട് കടന്നുപോയി. അദ്ദേഹം എന്നെ കാണുമോ, ഞാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സാക്ഷ്യം പറയുകയായിരുന്നു. 89ാമത്തെ വയസ്സിൽ സിവിയർ അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതാ. ഇന്നിപ്പോൾ 92 വയസ്സ് കഴിഞ്ഞു. ഞാൻ ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ മക്കളുടെയും കൊച്ചുമക്കളുടെയും മുഴുവൻ പേരെന്നോട് പറഞ്ഞു. ഞാൻ ഓർത്തൊരു 90 വയസ്സ് കഴിഞ്ഞ് എന്ത് ചെയ്യും? ഒരു 80 വയസ്സ് കഴിഞ്ഞാൽ ഓർമ്മയ്ക്കൊക്കെ 90, വളരെ സുന്ദരനായ, വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ, എന്നോട് പറഞ്ഞു, ഇനി എനിക്ക് സ്കൂട്ടർ ഒന്ന് ഓടിക്കാൻ എന്ത് ചെയ്യണം? സൈക്കിളിലാണ് വളരെ ദൂരം ഓടിച്ച് യാത്ര ചെയ്യുന്നത്. എന്നോട് പറയുമായിരുന്നു, എന്നോട് പറഞ്ഞു, മോനെ വിളിച്ച കാര്യം എന്താണെന്നറിയാവോ? ഇത് ആശുപത്രി കയറിയപ്പോൾ അവർ പറഞ്ഞു, ഇത്ര ആൻജിയോ ചെയ്യണം, ഇത്ര ബ്ലോക്ക് ഉണ്ട്, ഒരു ബ്ലോക്കിന് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ പപ്പ, അദ്ദേഹത്തിനൊരു മകൻ ഡോക്ടറാണ്, ഒരു മോന് വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. മക്കളെയൊക്കെ ഡോക്ടേഴ്സ് വിളിച്ചു പറയും ഇമ്മീഡിയറ്റ് ചെയ്യണം. ആശുപത്രി കിടന്ന് പപ്പ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വിളിക്കുന്നൊരു സർവശക്തനുണ്ട്. 89 വയസ്സ് വരെയും. ആമേൻ. ആ പിതാവ് നിരാശയോടല്ല പറയുന്നത്, ഒരു കൊച്ചു കുഞ്ഞിന് ലാഘവത്തോടെ, സന്തോഷത്തോടെ വചനം കോട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്, ഹല്ലേലൂയ, അവന്റെ മുഖത്തേക്ക് നോക്കിയാൽ, കർത്താവിന് വേണ്ടി സമയം ചെലവഴിച്ചാൽ, കർത്താവിനെ എന്നോട് പറയാറുണ്ട്, മോനെ, ഒരാരാധന പോലും എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം, ഹല്ലേലൂയ, എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം, എൻ്റെ പ്രിയപ്പെട്ടവൾ മാറ്റപ്പെട്ടെന്നാൽ ദൈവമക്കളുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളില്ല. എൻ്റെ ഒരു മകൻ്റെ വൈഫ് അടുത്തതുണ്ട്. ആ സമയത്തൊക്കെ ഇദ്ദേഹം ഒറ്റയ്ക്ക് അവിടെ താമസിക്കുന്നത്. അദ്ദേഹം പറയുമായിരുന്നു, ആശുപത്രിയിൽ നിന്ന് ഇദ്ദേഹം ഡിസ്ചാർജ് മേടിച്ചു. ഡോക്ടർമാർ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ ഉറപ്പിലല്ല പോകുന്നത്, എഴുതി തരണം. എന്തോ എഴുതി തരണം? മരിച്ചാൽ ഉത്തരവാദി അപ്പച്ചൻ തന്നെയാ. മക്കളെ വിളിച്ചു. സ്തോത്രം. എന്നോട് ഇങ്ങനെ പറഞ്ഞത്, 92ാമത്തെ വയസ്സിനോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, അന്ന് അവിടെ നിന്ന് ഇറങ്ങി. സ്തോത്രം. ഇന്ന് സൈക്കിൾ ചവിട്ടി ഓരോ സ്ഥലങ്ങളിൽ, ഹല്ലേലൂയ, ഓരോ ഏരിയയിൽ കടന്നു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, മാനിച്ചവനായ ഒരു ദൈവമല്ലേ. സ്തോത്രം. അത്ഭുതമായി, അതിശയമായി, ശ്രേഷ്ഠമായി എന്നെ നടത്തിയ ഒരു ദൈവം, എന്നെ പരിപാലിച്ച ഒരു ദൈവം, എൻ്റെ ആവശ്യങ്ങളിൽ സ്വർഗം ചായ്ച്ച് ഇറങ്ങി വന്നൊരു ദൈവം. അതുകൊണ്ട് ഇന്ന് പകൽ വചനം ഓർപ്പിക്കുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മക്കൾ, ദൈവത്തെ വിളിക്കുന്ന ഒരു മക്കൾ ഒരു നാളിൽ ലജ്ജിച്ചു പോകാൻ കർത്താവ് ധാരാളം ടെസ്റ്റ് മണി നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ധാരാളം ടെസ്റ്റ് മണികൾ. ഇന്ന് രാത്രി അജുബ്രറും വളരെ ശക്തമായ ഒരു ടെസ്റ്റ് മണി ആ മീറ്റിംഗിൽ പറയുകയുണ്ട്. ഞാൻ ഓർപ്പിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ നടത്താൻ മതിയായ ഒരു ദൈവമല്ല. ഇന്ന് പകലിൽ ദൈവമക്കളെ നമ്മൾ കർത്താവിന് വേണ്ടി സമയം തക്കത്തിൽ ഉപയോഗിക്കുമ്പോൾ നമ്മളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അവസാനമായിട്ട് യെശയ്യാ പറയുകയാണ്, സന്തോഷത്തോടെ കടന്നു പോകണമെങ്കിൽ ഹല്ലേലൂയ വചനത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കണമല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ വചനം ഇന്ന് നമ്മൾ പകല് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചനത്തിൽ ആശ്രയിക്കുമ്പോൾ, ഇവിടെ പറയുകയാണ്, ഈ വചനത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ടാണ് 11ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്. വായിക്കോ ഭാഗം ഒന്ന്, ആ 11 അധ്യായം ഒന്ന് വായിച്ചു. 11 വാക്യം ഒന്ന് വായിച്ചാൽ 15-11 പുറക്കൊന്ന് വായിച്ചാട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ, ആമേൻ. അവിടെ പറയുകയാണ്, ഈ വചനത്തെ കുറിച്ച് പറയുകയാണ്, എനിക്ക് ഇഷ്ടമുള്ളത് അല്ലേ, എനിക്കിഷ്ടമുള്ളത് പ്രവർത്തിക്കുകയും. അടുത്തതിന് ദൈവമക്കളെ ആമേൻ പറയേണ്ടത്, ഞാൻ അയച്ച കാര്യം അല്ലേ, ഞാൻ അയച്ച കാര്യം. ജീവിതത്തിൽ ദൈവമക്കളെ വചനത്തെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. യെശയ്യാ പറയുകയാണ്, ഈ വചനത്തിൽ ആശ്രയിക്കുമ്പോൾ, ഈ വചനത്തിൽ നമ്മൾ ശരണപ്പെടുമ്പോൾ പറയുകയാണ്, ദൈവം നമുക്ക് വേണ്ടി ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ ശക്തൻ. അതുകൊണ്ടാണ് 1-ാമത്തെ സങ്കീർത്തനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും, പാപികളുടെ വഴിയിൽ നിൽക്കാതെയും, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. അടുത്ത പറയുകയാണ്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ
രാപ്പകൽ ധ്യാനിക്കുന്നവൻ, വചനം പഠിപ്പിക്കുകയാണ്, അവൻ ഭാഗ്യാണെന്ന് പറയാണ്. അവൻ നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും. അടുത്ത പറയാണ്, രാമേ പറയണം, ഇല വാടാത്തതുമായ, അടുത്ത വാക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടം, അവൻ ചെയ്യുന്നതൊക്കെയും. പ്രൈസ് ദി ലോർഡ്. ഈ വചനം രാപ്പകൽ ധ്യാനിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് പറയുകയാണ്, ഒരു നാളും നീ ക്ഷീണിച്ചു പോകാൻ സ്വർഗം സമ്മതിക്കുകയല്ല, നീ നിലവാടിപ്പോകാൻ സ്വർഗം സമ്മതിക്കുകയല്ല. വീണ്ടും പറയുകയാണ്, അവൻ ചെയ്യുന്നതൊക്കെയും സാധിപ്പിക്കുന്ന. പകലിൽ കർത്താവിന്റെ മക്കളെ, നമ്മൾ വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ഈ വചനം നമ്മോട് സംസാരിക്കുക, ഈ വചനം നമ്മൾ ഇടപെടുക, ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ രൂപാന്തരം ആഗ്രഹിക്കുക. ഏതൊരു അനുഭവം ആയിക്കോട്ടെ, ഈ വചനം നമ്മോട് ഇടപെടുമ്പോൾ പറയുകയാണ്, കർത്താവിന് ഇഷ്ടമുള്ളത് വചനത്തിലൂടെ നമ്മോട് ചെയ്യാൻ വിശ്വസ്തന. ഏതൊരു കാര്യത്തിനായി ഈ വചനം അയച്ചോ അത് സാധിപ്പിച്ചേ മടങ്ങി വരത്തുള്ളൂ. സ്തോത്രം. ഇന്ന് പകലിൽ കർത്താവിന്റെ മക്കളെ, നമ്മൾ ഈ വചനത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയം പറയുകയാണ്. നിന്റെ വചനം എൻ്റെ കാലിന് ദീപമാണ്, എൻ്റെ പാതയ്ക്ക് പ്രകാശം. അതുകൊണ്ട് ഈ വചനത്തിൽ ആരൊക്കെ ആശ്രയിച്ചിട്ടുണ്ടോ, ഈ വചനത്തെ ആരൊക്കെ പ്രഘോഷിച്ചിട്ടുണ്ടോ, അവരെ മുഴുവൻ മാനിച്ചവനായ ഒരു ദൈവമാ നമ്മുടെ ദൈവ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ശിഷ്യന്മാര് യേശു മരിച്ച് അത് കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് എടുക്കപ്പോൾ കാര്യം ചോദിച്ചു, കർത്താവേ, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ, ഞങ്ങളുടെ മുമ്പിൽ ഒന്നുമില്ലല്ലോ. കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കാനല്ലേ. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ ഒന്നും അവർക്ക് വേണ്ടി കർത്താവിന് കൊടുക്കാനില്ലെങ്കിലും കർത്താവ് പറയുകയാണ്, നിങ്ങൾ എൻ്റെ കൂടെ സകലവും വിട്ട് ഇറങ്ങി തിരിച്ച് ഈ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തപ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ മറക്കത്തില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ഭവനം. ഇന്ന് പകൽ ദൈവമക്കളെ, ഈ വചനത്തിൽ ആശ്രയിക്കുമ്പോൾ, ഈ വചനം രാപ്പകൽ ധ്യാനിക്കുമ്പോൾ, ഈ വചനത്തെ നമ്മൾ പൂർണ്ണമായിട്ട് ആശ്രയിക്കുമ്പോൾ എത്ര ശ്രേഷ്ഠമായി നമ്മെ നടത്തിയ ഒരു അനുഭവം. ഇന്ന് സാക്ഷ്യം പറയാൻ അവസരം ലഭിച്ചാൽ അനേകം സാക്ഷ്യം പറയും, ഈ വചനത്തെ എന്നോട് സംസാരിച്ചതാ, ഈ വചനം എന്നെ ബലപ്പെടുത്തിയതാ, ഈ വചനം എന്നെ ശക്തീകരിച്ചതാ. ഏതൊക്കെ അനുഭവം. അതുകൊണ്ടാണ് യെശയ്യാ പറയുകയാണ്, ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ ദൈവം കൊണ്ടുവന്നെങ്കിൽ നിരാശയോടെ മടക്കി അയക്കത്തില്ല. ഹല്ലേലൂയ. ഏതൊരു മേഖലയായിക്കോട്ടെ, ഇന്ന് പകൽ പറയുകയാണ്, സന്തോഷത്തോടെ അല്ലേ. ഇന്ന് ഈ ആരാധന കഴിഞ്ഞ് ആശീർവാദങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ ഒരാൾ പോലും നിരാശയോടെ പോകാനല്ല, ഒരാൾ പോലും വേദനയോടെ പോകാനല്ല. യെശയ്യാ പറയുകയാണ്, 55-ാമത് പറയുകയാണ്, നമ്മുടെ ജീവിതം ഓർപ്പിക്കുന്നത്, വചനം പഠിപ്പിക്കുന്നത്, ഹല്ലേലൂയ, ദൈവമക്കളെ ജീവിതത്തിൽ ഏതൊരു അനുഭവം വരുമ്പോഴും നമ്മളെ മാനിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. വീണ്ടും പറയുകയാണ്, നമ്മെക്കുറിച്ച് വിചാരമുള്ളവനായ ഒരു ദൈവമുണ്ട്. നമ്മുടെ ഏതൊരു ആവശ്യങ്ങളിലും സ്വർഗം ചായിച്ച് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ഈ വചനത്തിൽ ആശ്രയിക്കുമ്പോൾ ഈ വചനം നമ്മളെ ബലപ്പെടുത്തുന്ന കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് പകലിൽ ഒരു നിമിഷം നമ്മുടെ തലകളെ കർത്താവിന്, കർത്താവേ, അനുഗ്രഹമായ ഒരു കൂട്ടായ്മ ഒരുക്കുന്നല്ലോ. നന്ദി കർത്താവേ. ആരാധിപ്പാൻ, പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ തന്നല്ലോ. കർത്താവ്, ഇതുവരെയും വ്യാപരിച്ച കൃപകൾക്കായി സ്തോത്രം ചെയ്യാം. യെശയ്യാവിന്ന് നമ്മെ ശക്തമായിട്ട് ഓർപ്പിക്കുകയാണ്, സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്വസ്ഥതയോടെ നമ്മെ നടത്താൻ ശക്തനായ ഒരു ദൈവം തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. വേറൊന്നുമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമ്മെക്കുറിച്ച് ലോകത്തിൽ ആരും കരുതിയില്ലെങ്കിൽ പരാതി പറയണ്ട. ദൈവമൊക്കെ ചുറ്റുപാട് കരുതിയില്ലെങ്കിൽ പരാതി പറയണ്ട. കൊച്ചുവേശി പാടിയതുപോലെ, ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോയാലും എനിക്കൊരു സഹായകനുണ്ട്. സ്തോത്രം. എന്നെ നടത്താൻ ഒരു ദൈവമുണ്ട്. സ്തോത്രം. എന്നെ പരിപാലിപ്പാൻ ഒരു ദൈവമുണ്ട്. സ്തോത്രം. കർത്താവിൻ്റെ മക്കളെ, ഇവിടെ എല്ലാ ദൈവമക്കളുടെ സാക്ഷ്യം അതാ. യേശു മാറാത്തവനായി ഇന്ന് വരെ നമ്മളെ നടത്തിയല്ലോ. കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചപ്പോൾ, പേമാരി ആഞ്ഞടിച്ചപ്പോൾ, തകരുമെന്ന് തോന്നിയപ്പോൾ ഇന്ന് വരെയും ജയോത്സവമായി നടത്തിയ ഒരു ദൈവം. സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ യെശയ്യാ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, നമ്മെക്കുറിച്ച് വിചാരമുള്ളൊരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏത് കാര്യം ഓർത്ത് വ്യാകുലപ്പെട്ടിരുന്നോട്ടെ, ഏത് കാര്യം ഓർത്ത് ആകുലപ്പെട്ടായിരിക്കോട്ടെ, ഇന്ന് വചനം പഠിപ്പിക്കാൻ നമ്മെക്കുറിച്ച് വിചാരമുള്ളവനായ ഒരു ദൈവം. 2 യെശയ്യാവോട് ഓർപ്പിച്ചല്ലോ. ഹല്ലേലൂയ. ജീവിതത്തിൽ ഹല്ലേലൂയ ഈ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ഒരു നാളും നമ്മളെ ലജ്ജിപ്പിക്കുന്ന ഒരു ദൈവമല്ല. സ്തോത്രം. ഒരു നാളും നമ്മളെ ലജ്ജിപ്പിക്കുന്ന ഒരു ദൈവമല്ല. ദൈവമക്കളെ, കഴിഞ്ഞനാൾ എത്ര ശ്രേഷ്ഠമായി നമ്മളെ നടത്തി. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് നമ്മെ അഭിഷേകം ചെയ്തല്ലോ. കൂരൊരു അനുഭവം വന്നപ്പോൾ നമ്മളെ പരിപാലിച്ചവനായ ഒരു ദൈവം.
ഹല്ലേലൂയ. യെശയ്യാ വീണ്ടും ഓർപ്പിക്കുകയാണ്, വചനത്തോട് ഓർപ്പിക്കുകയാണ്, സ്തോത്രം, സമയം തക്കത്തിൽ ഉപയോഗിക്കാനായിട്ട് സ്തോത്രം. നാളേക്ക് മാറ്റിവെക്കാനല്ല. ഇന്ന് തന്നെയാണ് രക്ഷാ ദിവസം, ഇന്ന് തന്നെയാണ് സുപ്രസാദ കാലം. ദൈവമക്കളെ, സമയം തക്കത്തിൽ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ വിളിക്കുമ്പോൾ, സന്തോഷത്തോടെ നമ്മളെ പുറപ്പെടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. യെശയ്യാ വീണ്ടും നമ്മൾ ഓർപ്പിക്കുകയാണ്, വചനത്തിൽ നാം ആശ്രയിക്കുമ്പോൾ, വചനം നമ്മുടെ കാലിന് ദീപമായി പാതയ്ക്ക് പ്രകാശമായിട്ടിരിക്കുമ്പോൾ, ദൈവത്തിന്റെ ഇഷ്ടം നമുക്ക് വേണ്ടി നിറവേറ്റി തരുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ വചനത്തെ എന്തിനു വേണ്ടി ദൈവം അയച്ചോ ആ ഇഷ്ടം നിറവേറ്റി തരുന്നവനായ ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഇന്ന് പകലിൽ കർത്താവ് നമ്മളെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ, ഓൺലൈൻ മീറ്റിങ്ങിലായിരിക്കുന്നെങ്കിൽ, ദൈവമക്കളെ ധൈര്യത്തോടെ പറയട്ടെ, നമ്മളെ നിരാശയോടെ അയക്കുന്ന ഒരു ദൈവമല്ല. ഫിലിപ്പിയ കാരാഗ്രഹത്തില് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം, നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. ഇന്ന് പകലിൽ നമ്മ എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് ഏതെങ്കിലും കാര്യമോർത്ത് വ്യാകുലപ്പെട്ടായിരിക്കുന്നെങ്കിൽ, ഏതെങ്കിലും കാര്യമോർത്ത് ആകുലപ്പെട്ടായിരിക്കുന്നെങ്കിൽ, നിരാശ ഉള്ളിലുണ്ടെങ്കിൽ, ഇന്ന് പകൽ പറയാണ്, നമ്മെ കരുതാൻ ഒരു ദൈവമുണ്ട്. സ്തോത്രം. നമ്മളെ കാക്കാൻ ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഈ വചനം നമ്മളെ ബലപ്പെടുത്തും, ഈ വചനം നമ്മളെ ശക്തീകരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹിസ്കിയാവിനോട് കാര്യം ചോദിച്ച്, അസ്ഥികൾ ജീവിക്കുമെന്ന് ചോദിക്കുമ്പോൾ, വചനം അയച്ചു കഴിഞ്ഞപ്പോൾ, വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയ സൈന്യമായി നിർത്തിയതുപോലെ, ഇന്ന് വചനം കേട്ട ദൈവമക്കളെ, വചനത്തിൽ ആശ്രയ ദൈവമക്കളെ, ഈ വചനം നമ്മളെ ബലപ്പെടുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽക്കാലം വ്യക്തിപരമായി കുടുംബമായും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. വചനത്തെ പൂർണ്ണമായിട്ട് ആശ്രയിക്കാം. സന്തോഷത്തോടെ കടന്നു പോകാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ വചനത്താൽ സ്വർഗം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കൂടെ ഹല്ലേലൂയ പ്രിയ ജോസൂട്ടി ബ്രദർ ശക്തമായി നമ്മളോട് ഇടപെട്ടല്ലോ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് കേൾക്കുവാൻ ഇടയായല്ലോ. നന്ദിയോടെ സ്തോത്രം. വിടുവിക്കുന്നതിനായ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ഏത് അവസ്ഥയിലും ഹല്ലേലൂയ മുട്ടിപ്പായി ദൈവത്തോട് അപേക്ഷിച്ചാൽ ഹല്ലേലൂയ വിടുവിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് കേൾക്കുവാൻ ഇടയായി. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കണം എന്ന് നമ്മളെ ആഹ്വാനം ചെയ്തല്ലോ. ഹല്ലേലൂയ. ദൈവമുഖത്തേക്ക് നോക്കിയവർക്ക് ആർക്കും ലജ്ജിപ്പാൻ ഇടയാക്കാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അതുപോലെ തന്നെ സമയം തക്കത്തിൽ നമ്മൾ ഉപയോഗിക്കണം. ഹല്ലേലൂയ. ദൈവസേനയിൽ എല്ലാ നിമിഷവും എല്ലായ്പ്പോഴും സ്തോത്രത്തോടെ നമ്മൾ ദൈവസേനയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം നമ്മളെ നിശ്ചയമായി വിടുതൽ തരും. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവവചനത്തിൽ പൂർണ്ണമായി നമ്മൾ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ഹല്ലേലൂയ ദൈവത്തിനായി സമർപ്പിക്കുമ്പോൾ നിശ്ചയമായും ഹല്ലേലൂയ അവൻ പോകേണ്ടുന്ന പാത വലങ്കരം പിടിച്ച് നമ്മളെ വഴി നടത്തും. ആ നിത്യതയിലേക്ക് നമ്മളെ ചേർക്കുവാൻ ഈ ദൈവം മതിയായവനെന്ന് ഈ പൽക്കാലവും കേൾക്കുവാൻ ദൈവം സഹായിച്ച സ്തോത്രം. വനശുശ്രൂഷ പ്രിയ ജോസൂട്ടി ബ്രദറിനായി കൂട്ടായ്മയുടെ പേരിലുള്ള എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷകളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ ക്ലോസിംഗ് പ്രേയറിന് നമ്മുടെ ജോബി ബ്രദർ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. ഭാവിച്ച റോബി ബ്രദർ മുന്നോട്ട് വന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഏക ആശ്രയവും പ്രത്യാശയുടെ പ്രകാശവുമായ വലിയവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ സന്നിധിയിലേക്ക് ഒന്നിച്ച് ഞങ്ങൾക്ക് കടന്നു വരുവാൻ, നിന്നെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ നീ അവിടുന്ന് നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ അനുഭവത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവേ, ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ കാണുമ്പോൾ, ഞങ്ങളുടെ ഭയപ്പാടിൻ്റെ നടുവിലൂടെ ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നീ അവിടുന്ന് ഞങ്ങളെ പ്രത്യാശയോടെ നയിക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്തു. കർത്താവേ, ഈ ലോകത്തിലെ നിരാശയുണ്ടെങ്കിൽ അതെ ഞങ്ങൾക്ക് ഒരു പ്രത്യാശയുണ്ട്, ഞങ്ങൾക്കൊരു നിത്യതയുണ്ട് എന്നറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നീ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നവർക്ക് നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പകൽക്കാലം നിന്റെ സന്നിധിയിലായിരിക്കാൻ, നിന്നെ ആരാധിപ്പാൻ, കർത്താവെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ, സങ്കീർത്തനക്കാരൻ എൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്നത് പോലെ യഹോവയുടെ നാമം ഉയർത്തുവാൻ, യഹോവയുടെ മഹത്വം ഉയരുവാൻ തക്കവണ്ണം നിന്ന് ഈ പകൽക്കാലം ഞങ്ങളെ എടുത്ത് ഉപയോഗിച്ച എല്ലാ നല്ല അനുഭവങ്ങൾക്കായിട്ടും
ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ കൂട്ടിവരുത്തിയ നല്ല അനുഭവത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങൾ നുറുങ്ങുമ്പോൾ നീ ഞങ്ങൾക്ക് സമീപസ്ഥനായി ഉള്ളതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പൊന്നുപിതാവേ, ഇന്ന് കൂട്ടായ്മയിൽ നിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ ഇടയാക്കിയല്ലോ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ഇന്ന് നടന്ന എല്ലാ ശുശ്രൂഷകളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ മീറ്റിങ്ങിൽ കർത്താവെ, ഇവിടെയും സൂമിലും സംബന്ധിച്ച് എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. നീ എല്ലാവരെയും അനുഗ്രഹിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹൃദയത്തിലെ വിചാരങ്ങളെ നീ അറിഞ്ഞ് നീ അവർക്ക് കൃപയും കരുണയും ചൊരിഞ്ഞതോർത്ത് നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ശുശ്രൂഷ നടത്തിയ പ്രിയപ്പെട്ടവരെയൊക്കെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. സങ്കീർത്തനം ഓർമ്മിപ്പിച്ചതുപോലെ കർത്താവെ, നീ ഞങ്ങൾ സകല കാര്യവും നിർവഹിക്കുന്ന ദൈവമായതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ സന്നിധിയിൽ വെച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളും നീ അവിടുന്ന് ഏറ്റെടുത്തല്ലോ. അനേകരുടെ ആവശ്യങ്ങളെ തിരുസന്നിധിയിൽ വെച്ചപ്പോൾ അത് സ്വർഗം കേട്ട് സ്വർഗം തുറന്ന് അനുഗ്രഹങ്ങൾ അയച്ചു എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കർത്താവേ, നീ നിന്റെ സാന്നിധ്യം കൊണ്ട് തുടർന്നു ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സങ്കീർത്തനം നടത്തിയ പ്രിയപ്പെട്ടവനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയ നിന്റെ മകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും നീ അനുഗ്രഹിച്ചാട്ട് ബലപ്പെടുത്തിക്കാട്ടെ കർത്താവേ. ഇന്ന് കേട്ട വചനത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ മകനെ ശക്തിയോടെ ബലത്തോടെ ഇവിടെ നിർത്തിയല്ലോ കർത്താവേ. ഞങ്ങളുടെ ഭാരങ്ങളുടെ പ്രയാസങ്ങളുടെ നടുവിൽ ഞങ്ങളെ സമാധാനത്തോടെ അയക്കുന്നവൻ, ഞങ്ങളെ സന്തോഷത്തോടെ അയക്കുന്നവൻ കർത്താവേ. ഇന്ന് സമാധാനത്തോടെ സന്തോഷത്തോടെ പോകുവാൻ നീ ഞങ്ങളെ ഒരുക്കിയ നല്ല അനുഭവത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഈ കൂട്ടായ്മയിലെ ആദ്യ അവസാനം നിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ ഒരുക്കിയല്ലോ. ഞങ്ങളുടെ കുറവുകളൊക്കെ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. നീ മാറാത്തവനാണ് കർത്താവേ, നീ മറക്കാത്തവനാണ് കർത്താവേ, നീ മടങ്ങി വരുന്നവനാണ്. ആ നിൻ്റെ സന്നിധിയിൽ ഞങ്ങളെല്ലാം പൂർണ്ണമായി സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ചാട്ടെ, ബലപ്പെടുത്തിക്കാട്ടെ, ശക്തീകരിച്ചാട്ടെ, സകല നന്മകൾ കൊണ്ടു നിറയ്ക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കണം പിതാവേ. ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ രക്ഷിച്ചോളണമേ. എന്ന് പറഞ്ഞാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സഹവാസവും കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തോടുകൂടി ആ വചനം ഉൾക്കൊണ്ട് ബലം പ്രാപിച്ച് ശക്തിയോടുകൂടി മുന്നോട്ട് ജീവിക്കുന്ന അനുഭവത്തോടും വചനം ശുശ്രൂഷിച്ച അവിടുത്തെ കർത്തദാസനോടും ദാസൻ്റെ എല്ലാ ശുശ്രൂഷകളോടും അവിടുത്തെ സന്നദ്ധയിൽ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളോടും തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളോടുകൂടിയും ഇന്നും എന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്നും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വരേണമേ. Praise the Lord. കടന്നു വന്ന എല്ലാവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. അടുത്ത ആഴ്ച നമ്മുടെ പ്രയർ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ പ്രിയ സജി ജോർജ് വർഗീസിൻ്റെ ബ്രദർ ചാക്കോച്ചനെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേങ്കിൽ നമ്മുടെ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിന് ആദ്യകാലങ്ങളിൽ കോശി ബ്രദർ അബുദാബിയിൽ നിന്ന് കടന്നു വരുമ്പോൾ കോശി ബ്രദറിൻ്റെ കൂടെ വന്ന് അനേക വർഷങ്ങൾ കോശി ബ്രദറിൻ്റെ കൂടെ വന്ന് നമ്മുടെ ശുശ്രൂഷയെ സംബന്ധിച്ച ഒരാളാണ് ചാക്കോച്ചന്. അതുകൊണ്ട് തന്നെ നമ്മളെ ഈ ബ്ലോസത്തിൻ്റെ ബെൻസിയുടെയും പിതാവ് കോരിദ് സഹോദരനെ. ചാക്കോച്ചൻ ദുബൈയിൽ കടന്നു വന്നിട്ടുണ്ട്. അടുത്ത ആഴ്ച പ്രിയ ദൈവദാസൻ ദൈവവചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും.